ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ വെറുതെ മഴയും പാടം കണ്ട് നടക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ വളപ്പിലോ വീട്ടിലോ കുറച്ചേലും പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. കർക്കിടക മാസം എന്ന് പറയുന്നത് പച്ചക്കറികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ മാത്രം സൂക്ഷിച്ചാൽ മതി. പിന്നെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. പിന്നെ മഴ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് വേറെ നനയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പഴമക്കാരൊക്കെ ഈ ഒരു ടൈം അവർ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അവർക്കറിയാവുന്ന ഏത് വിത്ത് ഏത് മണ്ണിൽ എപ്പം നടണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം അവർ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ അവർ കൃഷി കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. പക്ഷേ അവർ ചെയ്തതിൻ്റെ ഒരു ഡബിൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് പറയുന്നത് ഇന്ന് ടെക്നോളജീസും ഐഡിയാസൊക്കെ വളരെ വിപുലമായി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ ചെയ്തതിൻ്റെ ഡബിൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 ചെടികളും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്ക്. അപ്പം ചിലപ്പോൾ ഇന്നത്തെ 10 ചെടി നാളെ ചിലപ്പോൾ 10 ഏക്കറിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വിഷരഹിത പച്ചക്കറികൾ. നമ്മളൊന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിഭവനിൽ പോയി ചോദിക്കുക. അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.